ഈ കെജ്രിവാളിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്ന നടപടികളെല്ലാം അസാധാരണ സ്വഭാവത്തിലുള്ളതാണ്. കെജ്രിവാൾ ചോദിക്കാതെ ഇടക്കാല ജാമ്യം കൊടുക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് ഒരു സുപ്രീം കോടതിയുടെ വെക്കേഷൻ ബെഞ്ചിൽ ഒരു ഹർജി അദ്ദേഹം കൊടുക്കുന്നു. വെക്കേഷൻ ബെഞ്ച് അത് ചീഫ് ജസ്റ്റിസ് പരിഗണിക്കട്ടെ എന്ന് പറയുന്നു. ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുമെന്ന് കരുതി നമ്മളൊക്കെ ഇരിക്കുമ്പോൾ രജിസ്ട്രാർ അത് തള്ളുന്നു. ഇതെന്തൊരു നടപടിയാണ്? കേട്ടിട്ടേ ഇല്ലല്ലോ. അല്ല, ഈ ബേസിക് മെയിൻറ്റെയിനബിലിറ്റി ഇല്ലാത്ത പെറ്റീഷൻ രജിസ്ട്രാർക്ക് തള്ളാം. സുപ്രീം കോടതിയിലുള്ള ഒരു പ്രൊസീജിയറാണത്. നമ്മളൊരു റിട്ട് പെറ്റീഷനോ അപ്പീലോ ഫയൽ ചെയ്യുമ്പോൾ ഒരു പ്രാഥമിക വാദം രജിസ്ട്രാറിന് മുമ്പിൽ നടക്കും. സുപ്രീം കോടതി അത് ജഡ്ജ്മെൻറ്റോ അത് റൈറ്റിങ്ങിൽ എഴുതുക അങ്ങനത്തെ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രാഥമിക വാദം നടത്താൻ രജിസ്ട്രാർക്ക് അധികാരമുണ്ട്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ യാതൊരു കഴമ്പ് സംഗതിയൊന്നുമില്ലെങ്കിൽ അത് ബെഞ്ചിൽ പോകാൻ സമ്മതിക്കാതെ തന്നെ അത് തിരിച്ചുവിടാം. ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചത് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇതിലെ വിധി റിസർവ് ചെയ്ത് കഴിഞ്ഞു. കെജ്രിവാളിൻ്റെ ഒറിജിനൽ പെറ്റീഷനിലെ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തു. ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഇൻറ്ററിം ബെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദി ഇഷ്യൂ ഈസ് ഓവർ. ഒൺലി തിങ് ജഡ്ജ്മെൻറ്റ് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങളിതിൽ കയറി ഇടപെടുന്നില്ല. അതേസമയം സുപ്രീം കോർട്ടിൻ്റെ വെക്കേഷനുമാണ്. അല്ലെങ്കിൽ ഇവരെ പ്രത്യേക ബെഞ്ചിൽ തന്നെ പോകുമായിരുന്നു. കേസ് പരിഗണിച്ച ആദ്യത്തെ. അപ്പോൾ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന് ചീഫ് തീരുമാനിക്കട്ടെ. ഇപ്പം ചീഫ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചീഫ് ഓരോ കേസും എടുത്ത് നോക്കിയൊന്നും അല്ല തീരുമാനിക്കാറുള്ളത്. രജിസ്ട്രാറാണ് ചീഫിനെ ബ്രീഫ് ചെയ്യുന്നത്. ഇത് ഇന്ന കേസാണ്, ഇന്നതാണ്, ഇന്ന കാറ്റഗറിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. വേണമെങ്കിൽ ചീഫിന് അതിൽ ഇടപെടാം, മറ്റ് ജഡ്ജിമാർക്കും ഇടപെടാം കേട്ടോ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സാധാരണ അവർ ചെയ്യാറില്ല. ചീഫ് അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ റൊട്ടേഷൻ ബെഞ്ച് ഇതൊക്കെ തീരുമാനിക്കുന്നത് ചീഫാണ്. അതേസമയം ഒരു ജഡ്ജിക്ക് ഇന്ന കേസ് എൻ്റെ ബെഞ്ചിലേക്ക് കൊണ്ടുപോവാ എന്നങ്ങനെ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് കൊടുത്തേ പറ്റുള്ളൂ. ചെയ്യാറില്ലെന്നേ ഉള്ളൂ. അതൊക്കെ എക്സ്ട്രീം വഴക്കും വയ്യലിയൊക്കെ ആകുന്ന കേസാണ്. നമ്മളുടെ അഭയ കേസിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. ജസ്റ്റിസ് ബസന്ത് ആണ് ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു ദിവസം ജസ്റ്റിസ് ഹേമയുടെ ബെഞ്ചിൽ ചെന്നു. ഹേമ ചെയ്യേണ്ടത് തിരിച്ചത് ബസന്തിൻ്റെ അടുത്ത് വിടുക എന്നുള്ളതാണ്. ഹേമ അതെടുത്തിട്ട് ജാമ്യം കൊടുത്തു. ഓർക്കുന്നുണ്ട് ഞാൻ. അവർ തമ്മിൽ ഒരു വേണ്ടാത്ത അസ്വാരസ്യം ഉണ്ടായി. ഹേമ പറഞ്ഞു ജാമ്യ ബെഞ്ച് എന്ന് പറയുന്ന ബെഞ്ചൊന്നുമില്ല, ഏത് ജഡ്ജിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കാം. ശരിയാണ്, തിയറിറ്റിക്കലി ഷീ ഈസ് റൈറ്റ്. ബട്ട് പ്രാക്ടിക്കലി ഹൈക്കോടതിയിൽ കേസുകൾ അലോട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന ബെഞ്ചില്ല. ദേവസ്വം കേസുകൾ ആ ബെഞ്ചിലേക്ക് പോകുന്നു, അതിന് ദേവസ്വം ബെഞ്ചെന്ന് വിളിക്കുന്നു. നിയമത്തിൽ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞൊരു ബെഞ്ചില്ല ഹൈക്കോടതിക്ക്. ഒരു കോടതിയിലും ഒരു പ്രത്യേക ബെഞ്ച് എന്ന് പറഞ്ഞ് ഇല്ല. അപ്പോൾ ഇതൊക്കെ കൺവെൻഷനാണ്, അതനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ആരും അതിൽ കയറി കൈകടത്താൻ പോകാറില്ല. ജസ്റ്റിസ് ഹേമ അത് ചെയ്തു. അത് വലിയ കോൺട്രവേഴ്സിയായിരുന്നു. കോൺട്രവേഴ്സിയായി. TG ഓർക്കുന്നുണ്ടോ? കേരളമോദി അതിന് എഡിറ്റോറിയൽ എഴുതി. ഞാനുൾപ്പെടെയുള്ള ആളുകൾക്ക് നിയമ നടപടി ആരംഭിച്ച് കണ്ടംപ്റ്റ് വന്നു. കലാകൗമുദിയിൽ മണിസാറിൻ്റെ എഡിറ്റോറിയലിൽ എനിക്ക് ഓർമ്മയുണ്ട്. നീതിദേവതയുടെ മൂടപ്പെട്ട കണ്ണുകളുടെ സുഖം. കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ കലാകൗമുദി റീപ്രൊഡ്യൂസ് ചെയ്തതാണ്. ആയിരിക്കാം. അപ്പോൾ അന്ന് ഞാൻ മണിസാറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദ ഒരുപാട് നേരം കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അന്ന് ഈ മൊബൈലില്ല, എനിക്ക് ലാൻഡ് ഫോൺ വഴിക്കാണ്. അപ്പോൾ നോക്കുമ്പോഴൊക്കെ മണിസാറ് ഗേതനാണ്. ഏതായാലും വിളിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോണിൻ്റെ മൂട്ടിൽ കൂത്തിയിരുന്ന് അവസാനം കിട്ടി. ഞാൻ പറഞ്ഞ് അഭിനന്ദിച്ചു. എനിവേ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വ്യക്തമല്ല എന്താണെന്ന്. ഏതായാലും രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നു ഇത് മെയിൻറ്റെയിനബിൾ അല്ല ഈ സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോവർ കോർട്ടിൽ പോകാം. പക്ഷേ എൻ്റെ ഒരു സംശയം രുചി, ഇതിപ്പോൾ വെക്കേഷൻ ജഡ്ജ് ബെഞ്ച് ഒരു ജുഡീഷ്യൽ ബെഞ്ചാണല്ലോ, അവരുടെ ഒരു ഓർഡറല്ലേ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ കയറി ഇടപെടാൻ രജിസ്ട്രാർ എന്ന ഒരു ജഡ്ജസിനേക്കാളും
കുറഞ്ഞ റാങ്കിലുള്ള ഒരാളാണ്. ഈ ചീഫ് ജസ്റ്റിസിനോട് അദ്ദേഹം കൺസൾട്ട് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇവർ ചീഫ് പരിഗണിക്കട്ടെ എന്ന് പറയുന്നു. പരിഗണിച്ചിട്ട് ചീഫ് പറയുകയാണ് യു ഇൻഫോം ദം ദിസ് ഇസ് നോട്ട് മെയിൻറ്റൈനബിൾ, ദാറ്റ്സ് ഓൾ. അങ്ങനെ CJIയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയണ്ടേ? എന്ന് പറയണമെന്നൊന്നുമില്ല. നമ്മൾ ഹൈക്കോടതി രജിസ്ട്രാർ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഹൈക്കോടതി രജിസ്ട്രാർ ജുഡീഷ്യൽ ഓഫീസറാണ്, ജഡ്ജി തന്നെയാണ്. അതെ അതെ, ഹൈക്കോടതിയിലാണ്. ക്വാളിഫിക്കേഷൻസ് എവറിത്തിങ് ഹി ഈസ് വെൽ എക്വിപ്ഡ് ടു ബി ജഡ്ജ്. അപ്പോൾ ഹൈക്കോടതിയിൽ എത്രയോ രജിസ്ട്രാർമാർ ജഡ്ജിമാരായിട്ടുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ രജിസ്ട്രാറായിരുന്നു, കേരള ഹൈക്കോടതിയിലെ രജിസ്ട്രാറായിരുന്നു, പിന്നീടാണ് ജഡ്ജാവുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ, നോട്ട് എ സില്ലി പോസ്റ്റ്, വെറും ഒരു ഗുമസ്തനല്ല. അപ്പോൾ അതുകൊണ്ട് ചീഫ് ഒരു പക്ഷേ പറഞ്ഞു കാണും, സാർ ഇങ്ങനെ ഈ മാറ്റർ വന്നിട്ടുണ്ട്. ഐ നോ ടെൽ ദം ഇറ്റ് ഇസ് നോട്ട് മെയിൻറ്റൈനബിൾ ബിക്കോസ് ദ ജഡ്ജ്മെൻറ്റ് ഹാസ് ഓൾറെഡി ബീൻ റിസർവ്ഡ്. വേറൊരു ബെഞ്ച് ഇതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് ഓർഡർ റിസർവ് ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹത്തോട് 2-ാം തീയതി ജയിലിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇദ്ദേഹം നടത്തണമെന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? തനിക്ക് ക്യാൻസർ ഉണ്ടോ, ഹൃദ്രോഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആശുപത്രികളിൽ ആ സൗകര്യമുണ്ട്. അഡ്വാൻസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക, ക്യാൻസർ ഉണ്ടോ, ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ. ഇതൊന്നും എമർജൻസി ടെസ്റ്റുകളല്ല. ഇറ്റ്സ് നോട്ട് എ ഹെൽത്ത് പ്രോബ്ലം, ഇറ്റ് ഈസ് യുവർ ആങ്സൈറ്റി. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഡൺ മേ ബി ആഫ്റ്റർ 2 days 3 days. നിങ്ങൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യമൊക്കെ ജയിലിൽ എക്സ്റ്റെൻഡ് ചെയ്യും, അവൈൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് ചീഫിന് തോന്നിക്കാണുന്നില്ല. ചീഫ് പറഞ്ഞു വിട്ടേക്ക് അവനെ പോട്ടെ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സിംഗ്വി അത് വലിയ ഇഷ്യൂ ആക്കേണ്ടതാണ്. ചീഫിൻ്റെ ബെഞ്ചിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, ചീഫും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ദിവസമൊന്നും ചീഫ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പുലിവാലാണ്, അവസാനം ഇത് തിരിച്ചടിക്കും എന്ന് സിംഗ്വിക്കും തോന്നിക്കാണും. ഇപ്പോൾ സിംഗ്വിയുടെ കിങ്കരന്മാരാണ് ഈ രജിസ്ട്രിയിലൊക്കെ പോകുന്നത്. സാറിങ്ങനെ പറഞ്ഞു, സാർ പോന്നോ, അതിൽ കൂടുതൽ വഷളാക്കണ്ട എന്ന് പറഞ്ഞു കാണും. കാരണം കേജ്രിവാളിൻ്റെ ആക്ഷൻസ് ഉണ്ടല്ലോ പുറത്ത്. ഇപ്പോൾ ഈ ജാമ്യം കൊടുത്ത് ജഡ്ജിമാർക്ക് പോലും തോന്നിക്കാണും ഈ മെയ്ഡ് എ മിസ്റ്റേക്ക് ബൈ ഗിവിങ്. ഒരു തെരുവ് ഗുണ്ടയ്ക്ക് ജാമ്യം കൊടുത്ത പോലെയായി. അയാൾ അവിടെ പോയിട്ട് അടിപിടി നടത്തുക, കച്ചറ ഉണ്ടാക്കുക, ജാഥ, സത്യാഗ്രഹം, ഇതൊക്കെ ഒരു മാന്യന്മാർക്ക് പറ്റിയ പരിപാടിയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ജാഥ നടത്തുക, പിന്നെ അടിപിടി കേസിൽ കൊണ്ട ആളിനെ കുറ്റം പറയുക, അടിച്ചവനെ കൂടെ കൊണ്ടു നടക്കുക, എന്നിട്ട് പിന്നീട് തർക്കിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും 2 വശമുണ്ടെന്ന് പറയാം. എന്ത് 2 വശം? എന്നിട്ട് ഇവരൊരു വീഡിയോ പുറത്തു വിട്ടു, സ്വാതി മലിവാൾ സെക്യൂരിറ്റിയുമായിട്ട് തർക്കിക്കുന്നു. ശരി, തർക്കിക്കുന്നു. അതിന് വിഭവ് കുമാർ ഇവരെ തല്ലിയത് എന്തിനാണ്? സെക്യൂരിറ്റിയുമായിട്ട് തർക്കിക്കുന്നത് വേറൊരു സ്ഥലത്ത് വെച്ചാണ്, വിഭവ് കുമാർ തല്ലുന്നത് വേറൊരു സ്ഥലത്ത് വെച്ചാണ്. സെക്യൂരിറ്റിയുമായിട്ട് തർക്കിച്ചു എന്നുള്ള കുറ്റത്തിലാണോ വിഭവ് കുമാർ ഇവരെ തല്ലിയത്? ഇതെന്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഗേറ്റിൽ വെച്ച് പിടിക്കണ്ടേ? ഗേറ്റിൽ വെച്ച് പിടിച്ച് ആ സ്ത്രീയെ ഉന്തും തള്ളുമൊക്കെ ആയി 2 അടി കൊടുത്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിക്രമിച്ച് കിടക്കാൻ ശ്രമിച്ചു, അപ്പം തളഞ്ഞു. ഇത് കേജ്രിവാളിൻ്റെ ആഫീസിനുള്ളിലാണ്, കേജ്രിവാളിൻ്റെ മുറിക്ക് തൊട്ടുപുറത്ത്. സുനിത കേജ്രിവാൾ അവിടെ വന്നിട്ട് അവരാണ് ഭർത്താവിനെ കൊണ്ട് വിഭവ് കുമാറിനോട് പറയിപ്പിച്ചത്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് കഥകളൊക്കെ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളിന് ജാമ്യം കൊടുത്തത് തന്നെ മോശമായിപ്പോയി എന്ന് സുപ്രീം കോടതിക്ക് തോന്നുന്നുണ്ടാവും. ഇനിയിപ്പോൾ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ബേസിക് കേസിൽ വരാനും ഇരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ വെറുതെ അത് ചെയ്യരുതായിരുന്നു കേജ്രിവാൾ. അതിന് നല്ലത് 2-ാം തീയതി ജയിലിൽ പോയിട്ട് ജയിലിൽ ഈ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. എനിക്കിന്ന് ടെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് വിടും. ഇവിടെ അതൊന്നും ഇരിക്കില്ല. അല്ല, ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന പോലെ എങ്ങാനും ഇന്ത്യ മുന്നണിക്ക് വല്ല ഭൂരിപക്ഷവും കിട്ടിയാൽ അപ്പോൾ അതിൻ്റെ നെഗോഷിയേഷൻസിലൊക്കെ പങ്കെടുക്കുക, പ്രധാനമന്ത്രിയാകാനുള്ള വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കുക, ഇതൊക്കെ ആയിരിക്കും പുള്ളി എക്സ്പ്ലോർ ചെയ്തത്. അല്ല, അതിന് മുമ്പ് പുള്ളിയുടെ ജഡ്ജ്മെൻറ്റ് വരുമല്ലോ. സോ ഹി വിൽ ബി സെറ്റ് ഫ്രീ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വിശ്വാസം. നിഷ്കളങ്കനാണ്, അതുകൊണ്ട് സുപ്രീം കോടതി വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതല്ല, പ്രതീക്ഷയില്ലായിരിക്കും. ഇനി മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിരിയാണി കിട്ടിയെന്ന് തന്നെ വയ്ക്കുക, ഇതൊരു ഷൈനിങ് ആണ്. ജയിലിൽ കിടന്നുകൊണ്ടുള്ള നെഗോസിയേഷൻ അതൊക്കെ ചെയ്യാം. ആരും മൈൻഡ് ചെയ്യാൻ, അതിപ്പോൾ ജയിലിന് പുറത്താണെങ്കിൽ ആരും മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ഓൾ ഷീൻ. കേജ്രിവാൾ ഒരു മുഖ്യമന്ത്രിയുടെ
ലെവലിൽ നിന്ന് താഴെ പോയിട്ട് നമുക്ക് നേരത്തെ അറിയാം ഇതൊരു കോളേജ് പിള്ളേരുടെ അഴിമതി കേസാണ്, ഇതുപോലെ നടക്കുന്ന ഒരു അലംബൂസാണിത്. പ്ലസ് ഹീ ഈസ് ബീയിങ് ഫൈനാൻസ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ്. അവരുടെ കയ്യിലെ കളിപ്പാവയാണ് കേജ്രിവാൾ. അപ്പോൾ അയാൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇൻട്രീം ബെയിൽ കൊടുത്തത് ഒരു വല്ലാത്ത പുലിവാലായി, അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമായി എന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവുമോ? തോന്നിയിട്ടുണ്ടാവാം. കേജ്രിവാളായതുകൊണ്ട് സാധാരണ നില അവർക്ക് അങ്ങനെ തോന്നില്ല. അവർ ചെയ്യുന്നതിൽ അവർ റിഗ്രറ്റ് ചെയ്യാറില്ല. പീലാത്തോസ് എഴുതിയതാണ്. അല്ല, അത് ഈ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അതാണല്ലോ. നമ്മുടെ കയ്യിൽ ഇന്ത്യയുടെ പരമാധികാരം കിട്ടുന്നു, നമ്മളൊരു ലൈൻ എഴുതി കഴിഞ്ഞാൽ അത് നിയമമായിട്ട് മാറുന്നു. ആ ഒരു അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന അഹങ്കാരത്തോളം എത്തുന്ന ആത്മവിശ്വാസം. പക്ഷേ നമ്മുടെ ചില ജഡ്ജിമാരൊക്കെ ഉത്തരവുകൾ റീകോൾ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്, ചെയ്യാനും അവർക്ക് പവറുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ ഈ അഹങ്കരിക്കുന്നവരാവണമെന്നില്ല. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ നല്ലൊരു ശതമാനത്തിന് ആ ഒരു ഫീലിംഗ് ഉണ്ട്. സാധാരണ ഇതിൽ അവർ വെച്ച കാലം പുറകോട്ടെടുക്കാറില്ല. അവരുടെ തന്നെ ഉത്തരവ് അവർ തിരുത്തുക അപൂർവം സന്ദർഭങ്ങളിൽ, ബാക്കി അവർ തിരുത്തുകയില്ല. അതിന് 110 ന്യായങ്ങൾ അവർ കണ്ടുപിടിക്കും തിരുത്താത്തതിന്, തിരുത്തുകയില്ല. ഏതായാലും കെജ്രിവാളിൻ്റെ കേസിൽ സുപ്രീം കോടതി ഒരു ധർമ്മസങ്കടത്തിലാവുകയോ അല്ലെങ്കിൽ ഒരു നിയമ പ്രതിസന്ധിയിൽ ചില സമയത്തെങ്കിലും പെട്ടുപോവുകയോ ഒക്കെ ചെയ്തോ എന്നൊരു സംശയം പൊതുവിൽ പലർക്കും വരുന്നുണ്ട്. അല്ല, കുറേ കാലമായി സുപ്രീം കോടതിയെ ഈ അണ്ടർമൈൻ ചെയ്യാനായിട്ട് ഈ വക്കീലന്മാരെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കപിൽ സിബൽ ഈ സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആവാനായിട്ട് മത്സരിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഒരു ബാർഗെയിനിങ് പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ പാസ്സാക്കുന്ന പ്രമേയങ്ങൾ ഇതിനൊക്കെ ഒരു മോറൽ ഇഫക്റ്റ് ഉണ്ട് ഓൺ ജഡ്ജസ്. ഇപ്പോൾ SCBIയുടെ പ്രസിഡൻറ്റ് പോയി കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. സോ യു ക്യാൻ ഡയറക്റ്റ്ലി സ്പീക്ക് ടു ഹിം. അതിൻ്റെ കൂടെ പലതും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും. കോടതിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, പൊളിറ്റിക്സ്, ഇതൊക്കെ പറയാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് തൻ്റെ സ്റ്റേച്ചറിന് ഒട്ടും ചേരാത്ത 23 കൊല്ലം മുമ്പോ മറ്റോ കപിൽ സിബൽ ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം കപിൽ സിബൽ വലുതായി ഈ അസോസിയേഷൻ ഇതിൻ്റെയൊക്കെ പ്രസിഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ മനുഷ്യർ, വഴക്കാളികൾ, ബഹളക്കാർ, ഇവരൊക്കെയാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്നൊക്കെ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഗ്രേസ്ഫുൾ അതിൻ്റെ മെമ്പേഴ്സായിരിക്കും. കപിൽ സിബലും അതിൻ്റെ മെമ്പറായിരിക്കും, പരാശരൻ മെമ്പറായിരിക്കും, കാര്യമൊക്കെ ശരി. പക്ഷേ പരാശരൻ പോയിട്ട് അവിടെ പ്രമേയം പാസ്സാക്കാനോ വാദിക്കാനോ ഒന്നും പോകാറില്ല. എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന്. അപ്പോൾ കപിൽ സിബൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ കുറച്ച് ഇതിൻ്റെ പ്രസിഡൻ്റ് ആവാൻ തന്നെ കാര്യം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ടാണ്. ഒരു പദ്ധതിയുടെ ഭാഗമാണ്, ഒരു പ്ലാനിൻ്റെയും പദ്ധതിയുടെയും ഭാഗമാണ്. കപിൽ സിബൽ ഇവിടെ പ്രസിഡൻ്റ് ആവുന്നു. അതേസമയം പ്രശാന്ത് ഭൂഷൺ പോയിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കുന്നു മോദിക്കെതിരെ, മോദിയെ പരിഹസിച്ചുകൊണ്ട്. ഇതെല്ലാം അവരുടെ ഡിസൈനാണ്. അതാണ് ഞാൻ പ്രവചിക്കുന്ന ജൂൺ 4 ശേഷമുള്ള ഇന്ത്യൻ കലാപം. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹാപ്പൻ. ഏതായാലും ജൂൺ 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. യെസ്, നമുക്ക് വെയിറ്റ് ആൻഡ് സീ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.